സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം പുനർവിവാഹ കാലത്ത് ആദ്യ താലി അണിയരുത്. പുനർവിവാഹം ചെയ്യുന്നവൾ ആദ്യത്തെ താലി പുനർവിവാഹ കാലത്തോ അതിനുശേഷമോ ധരിക്കാൻ പാടില്ലാത്തതാകുന്നു. പ്രിയരെ, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ട ആചാര പരിഷ്കരണങ്ങളെക്കുറിച്ച് 1908 ഗുരുദേവൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളിൽ ഒന്നാണിത്. മനുഷ്യവംശത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിന് വഴിയൊരുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു വ്യവസ്ഥാപിത മാർഗമാണ് വിവാഹവും തുടർന്നുള്ള ദാമ്പത്യ ജീവിതവും. വിവാഹമെന്നത് ആചാരപരമായ ഒരു കരാറാണ്. ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് കുറഞ്ഞത് 2 പേർ ആവശ്യമാണ്. വധുവും വരനുമാണ് വിവാഹമെന്ന കരാറിലെ പങ്കുകാർ. ഈ കരാറിന്റെ നിത്യസ്മരണയുളവാക്കുന്ന ഒരു മുദ്രയാണ് വരൻ വധുവിന്റെ കഴുത്തിലണിയിക്കുന്ന താലി. അതിനാൽ ഈ താലി ഭർത്താവിന്റെ നിരന്തര സ്മരണയുടെയും സാന്നിധ്യത്തിന്റെയും അടയാളമാണ്. എന്നാൽ പുനർവിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യ ഭർത്താവിന്റെ അടയാളമായിരിക്കുന്ന ആദ്യ താലി ഉപേക്ഷിക്കണം. ജീവിതത്തിന്റെ താളത്തിനും ക്രമത്തിനും ഭദ്രതയ്ക്കും ശാന്തിക്കും ഇതാവശ്യമാണ്. ഇന്നാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇന്നലെകൾ ഇനിയൊരിക്കലും യാഥാർത്ഥ്യമാകാത്തതാണ്. യാഥാർത്ഥ്യത്തിന്റെ തുടർച്ചയിലാണ് ജീവിതത്തിന്റെ പ്രവാഹം. ആ പ്രവാഹത്തിന്റെ ഗതിക്ക് ആദ്യ വിവാഹകാലത്തിന്റെയും ആദ്യ ഭർത്താവിന്റെയും അടയാളവും ഓർമ്മകളും ഭംഗമുണ്ടാക്കും. അതിനാൽ പുതിയ വിവാഹ ജീവിതത്തിൽ പഴയ വിവാഹ ജീവിതാനുഭവങ്ങളെ കൂട്ടിക്കുഴക്കാതിരിക്കണം. അങ്ങനെയായാൽ ഈ ജീവിതം പുതിയൊരു പൂവിന്റെ നിറവും മണവും മധുവും പോലെ പ്രസന്നവും പ്രസാദാത്മകവുമായിത്തീരും. സ്നേഹപൂർവ്വം, എഞ്ചൻ, കയനാട്.